ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വേർഡ്പ്രസ്സിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പാർട്ട് 7 ആണ് ഇനി ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പ്ലഗിൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. വെബ്സൈറ്റിൽ പ്ലഗിൻസ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്ലഗിൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേയേറെ പ്ലഗിൻസ് ഡിഫോൾട്ടായിട്ട് ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടായിരിക്കും നിങ്ങൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പുതിയ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആഡ് ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്നും സെർച്ച് ചെയ്യാൻ സാധിക്കും ഏത് പ്ലഗിൻസ് ആണ് വേണ്ടത്. അതിവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്ലഗിൻസ് ഇവിടെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗിൻസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ പ്ലഗിൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇൻസ്റ്റാൾഡ് പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും പ്ലഗിൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗിൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മളുടെ വെബ്സൈറ്റ് പേജിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, അപ്പിയറൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വെഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വെഡ്ജറ്റിൽ ഞാൻ ഇവിടെ കുറേയേറെ പ്ലഗിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഓക്കെ, ഇവിടെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ ഓപ്പൺ ആക്കി. ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു പ്ലഗിൻസ് ഞാൻ നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈസി ഫേസ്ബുക്ക് ലൈക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻസ് ഞാൻ ആഡ് ചെയ്തതാണ്. അതിവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു പ്ലഗിൻസ് കൊണ്ടുവരേണ്ടത് നോക്കുക. ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ പ്ലഗിൻസ് കൊണ്ടുവരാം. ഞാനിവിടെ ഈ പ്ലഗിൻസ് നോക്കുക, നമുക്ക് സൈഡ് ബാർ എന്നുള്ള ഈ ഓപ്ഷനിലേക്കാണ് ഡ്രാഗ് ചെയ്തിട്ടത്. നോക്കുക, ഈസി ലൈക്ക് ബോക്സ്, ഫേസ്ബുക്ക് ലൈക്ക് ബോക്സ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതായിരിക്കോട്ടെ, നിങ്ങൾ അതിൻ്റെ URL കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റും അതേപോലെ വിഡ്ത്തും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 200 കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഓരോന്ന് സേവ് ചെയ്ത് ഇവിടെ നോക്കുക. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ആ പ്ലഗിൻസ് ആഡ് ചെയ്തു. ഓക്കെ, നോക്കുക, ഫേസ്ബുക്ക് ലൈക്ക് പേജ് ഇവിടെ പ്ലഗിൻസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ലൈക്ക് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാനിവിടെ വിത്ത് 250 കൊടുത്ത് ഒരു 350 ഒന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഏത് പ്ലഗിൻസും ആഡ് ചെയ്യാൻ സാധിക്കും. 200 നിന്നും നമ്മൾ 350 കൊടുത്തപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ ഇതിൻ്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് കൂട്ടാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പ്ലഗിൻസ് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഇത് സേവ് ചെയ്തു. അതിനുശേഷം ഇത് മിനിമൈസ് ചെയ്യുകയാണ്. മിനിമൈസ് ചെയ്തതിന് ശേഷം ഒരു പ്ലഗിൻസ് കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാത്തത്. കാറ്റഗറി എന്ന് പറയുന്ന ഒരു പ്ലഗിൻ. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്തു. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. സേവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കാറ്റഗറീസ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. കാറ്റഗറി ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡ് ഏറ്റവും താഴെയായിട്ടാണ്, ലെഫ്റ്റ് സൈഡിൽ. ഇതിന് കാരണം ഞാനിവിടെ സൈഡ് ബാറിലാണ് ഫേസ്ബുക്ക് പ്ലഗിൻ കൊടുത്തത്. എന്നാൽ അടുത്ത പ്ലഗിൻ കാറ്റഗറി കൊടുത്തത് ബോട്ടം എന്നുള്ള ഈ കണ്ടന്റിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ഈ കാറ്റഗറി പ്ലഗിൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അതിനായിട്ട് നോക്കുക, ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം കാറ്റഗറീസ് എന്നുള്ളത് വീണ്ടും ഒന്നുകൂടെ ഡ്രാഗ് ചെയ്ത് ഈ ഫേസ്ബുക്കിൻ്റെ താഴെയായിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മുടെ പേജിലെ കാറ്റഗറി ഏത് ഭാഗത്തായിട്ട് വരുമെന്ന് നോക്കുക. ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലഗിൻ്റെ തൊട്ട് താഴെയായിട്ട് കാറ്റഗറി എന്ന് പറയുന്ന പ്ലഗിൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലഗിൻസ് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഏറ്റവും നല്ല പ്ലഗിൻസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പോകും. നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് രീതിയിലുള്ള പ്ലഗിൻസ് ആണ് അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പ്ലഗിൻസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിപ്പോഴും ചെയ്തിട്ടില്ല. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് ചില എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വെബ്സൈറ്റിനെ കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കാൻ സാധിക്കും. അതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.